ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ്റെ കുടുംബം എന്തോളം എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ. ദൈവത്തിന് നന്ദി കരയട്ടെ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബം എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ
any particular name, because I do not want, because I know many of the congregation want to say it. If I say a few people, then it'll be complained why other people's names I did not mention. And whoever wants to the next two, please come over here and just wait. ഇന്ത്യക്കാരായ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് മനുഷ്യൻ ജീവനോട് ഇരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് ലാബിലും സൺസെറ്റ് വെച്ചാണ്. എന്നാൽ 100 വയസ്സ് തികഞ്ഞ അപ്പച്ചനെ പറ്റി ഒരു വാക്ക് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 21 വർഷമായിട്ട് ഈ പിതാവിനെ എനിക്ക് പരിചയമുണ്ട്. ഈ അപ്പച്ചൻ നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു, ഇപ്പോഴും അനുഗ്രഹമാണ്. ഫിലദൽഫിയയിലെ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് അപ്പച്ചനൊരു അനുഗ്രഹമാണ്. അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം നമ്മളെല്ലാവരും അപ്പച്ചൻ എന്നാണ് അത് വിളിക്കാറുള്ളത്. അപ്പച്ചനും യോശുവയും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. മോശയും തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. 128 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടനാകും. അതിനകത്ത് നിന്റെ മക്കളുടെ മക്കളെ കാണുമെന്നേ പറയുന്നുള്ളൂ. എന്നാൽ അപ്പച്ചന് മക്കളുടെ മക്കളെയും കാണുവാൻ ദൈവം അവസരം കൊടുത്തു. ഈ അടുത്ത സമയം വരെ ഏകദേശം 3 വർഷം മുമ്പ് വരെ ചർച്ചിന്റെ പിക്നിക് ആഘോഷിക്കുമ്പോൾ അപ്പച്ചൻ ആ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് ആ ബാർബക്യൂ കുക്ക് ചെയ്യുന്നത് അതിന്റെ ആരംഭം തൊട്ട് അവസാനം വരെയും അപ്പച്ചൻ അതിന്റെ ചുമതല ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അപ്പച്ചൻ ഷീലയുടെ വീട്ടിലായിരുന്നപ്പോൾ എപ്പോഴവിടെ ചെന്നാലും അപ്പച്ചനാണ് അടുക്കളയിൽ കയറി ചായ ഇട്ട് മട്ടില്ലാണ്ട് അപ്പച്ചന് അവരോട് ഒന്നും ചെയ്യണ്ട. അങ്ങനെ എല്ലാ തരത്തിലും അപ്പച്ചന് ഈ സഭയ്ക്കും ഇതിന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് ബ്ലസ്സിയുടെയും ലിജിയുടെയും വിവാഹം നടന്നപ്പോൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ അപ്പച്ചൻ ആ സ്റ്റേജിൽ നിന്ന് അനുഗ്രഹിച്ച പ്രാർത്ഥന അതിന്റെ അനുഗ്രഹത്തിന്റെ സമയമായിരുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഈ ദേശക്കാർക്ക് താൻ ഒരു അപ്പച്ചനായിരുന്നു. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഞാൻ കണക്കിന് അത്ര മിടുക്കനല്ല. അപ്പച്ചന് 100 വയസ്സായി. ഈ അപ്പച്ചന്റെ മക്കൾക്ക് ആർക്കും ഇതൊരു 50 വയസ്സ് തികഞ്ഞിട്ടില്ല. ഞാൻ ഇതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പുതുവർഷം അപ്പച്ചന് ആരോഗ്യമായി സഭയ്ക്ക് അനുഗ്രഹമായി തിരക്കെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. Representing the good news, I would like to invite Sam Joseph to take a minute. കഴിഞ്ഞ 100 വർഷ സമ്മർശക്കാലം ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ അപ്പച്ചനെ ദൈവകൃപയിൽ ഞാൻ അപ്പച്ചനെ ആദ്യമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പച്ചൻ ഗുഡ് ന്യൂസിനോട് കാണിച്ചു തന്ന എല്ലാവിധമായ സഹകരണത്തിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ആയതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ പറ്റി, കാരണം ഈ ഭൂമുഖത്ത് 100 വയസ്സിൽ കൂടുതൽ ജീവിക്കുന്ന ആളുകളെ ഇപ്പോൾ വളരെ ചുരുക്കമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് ന്യൂസിന് വേണ്ടി ആദ്യകാലങ്ങളിൽ മുതൽ തന്നെ അപ്പച്ചൻ കാണിച്ചിരുന്ന സപ്പോർട്ട് എല്ലാത്തിനും പരിഗണിച്ച് ഞങ്ങൾ റീസെന്റ് അപ്പച്ചനെ പറ്റി ഗുഡ് ന്യൂസിൽ ഒരു ഫീച്ചർ തയ്യാറാക്കുവാൻ ദൈവം സഹായിച്ചു. ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ ഫീച്ചർ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത്രത്തോളം കാലം അപ്പച്ചൻ ഞങ്ങൾ ഗുഡ് ന്യൂസിന് വേണ്ടിയും ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി കാണിച്ചു തന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും സ്നേഹത്തിനും കൈത്താങ്ങൽക്കും ഞങ്ങൾ വീണ്ടും നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒരു ആശംസ വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനത്തിൽ 92 12-13 വാക്യങ്ങൾ. നീതിമാൻ പല പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രകാരങ്ങൾ തഴയ്ക്കും. വാർദ്ധക്യത്തിനും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. Praise the Lord. Appachan just completed 100 years of age, and he's in Malayalam we say walking. He's walking in 101. Appachan നടക്കുന്ന ഇപ്പോൾ 101-ലല്ലേ? Anyway, I'm going to talk in Malayalam. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അപ്പച്ചന് ശരിക്കും മലയാളത്തിൽ കൊണ്ട് പിടിക്കുക എന്താ വാടാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാൻ പോവാ.
It's a great tribute, you know, it is to have. വലിയൊരു മഹാഭാഗ്യമാണ് അപ്പച്ചന് 100 വയസ്സ് വരെ ദൈവം തന്ന ഈ ആയുസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം ഞാൻ ദാവീദ് രാജാവ് സങ്കീർത്തനം 23 പറയുന്ന ഒരു വാക്യം ഓർമ്മ വന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അത് അപ്പച്ചന് അത് ഭാഗ്യമാണ് ആയിട്ട് അത് ജീവിതത്തിൽ കിട്ടിയതിനാൽ ഞാൻ സ്തുതിക്കുന്നു. അത് കൂടാതെ ഉള്ളിൽ ഇത് പറയുന്നുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. അതാണ് അപ്പച്ചൻ ചെയ്ത്. നിങ്ങൾ കേട്ടല്ലോ, അപ്പച്ചൻ ചെറുപ്രായത്തിൽ തന്നെ 28 വയസ്സുള്ളപ്പം തന്നെ ദൈവത്തെ കണ്ടുമുട്ടുകയും ഇന്നുവരെയും 72 കൊല്ലം ദൈവത്തോട് ചേർന്ന് നടന്നു. അനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു എന്ന് പറഞ്ഞ പോലെ അപ്പച്ചനും ചേർന്ന് നടന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് 100 വയസ്സ് വരെ ജീവിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഇനി ഇതുപോലെ ഞാൻ ദീർഘകാലം വസിക്കുമെന്നാണ്. അതുപോലെ തന്നെ അപ്പച്ചനും ഇനി ദീർഘകാലം വസിക്കുമെന്ന് എന്നുള്ള ആശംസകളോടും പ്രാർത്ഥനയോടും കൂടി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആശംസകൾ അപ്പച്ചനും നേരുന്നു. താങ്ക് യു. അപ്പച്ചനെ അനുഗ്രഹിക്കും. This is Suja from Seattle. She's a family member. She's my first cousin. She didn't have an opportunity during the family greeting. She's going to take this time. I'm going to try to talk in English. Appacha, I just want to say, I want to thank God for Appachan's life, and we've had connections with Appachan right from, I remember him right from the 70s when we used to go for vacation all the way from Chennai to Kottayam. That was our first stop, and spent our time over there for 2 months spending time with Appachan. He already has, as Annie Mama said, so many children there, but there were 2 of us together again, Sumi and my sister Sumi and I spending time with him. I'd like to read a verse from Psalm 91:14-16. It says, this is the testimony that I have of Appachan. Because he loves me, says the Lord, I will rescue him. I will protect him, for he acknowledges my name. He will call upon me, and I will answer him. I will be with him in trouble. I will deliver him and honor him. With long life will I satisfy him and show him my salvation. He was a great man of God. I remember during our time when we spent vacation with Appachan in the Irail home, which is our second home after Chennai, during family prayer time, which the grandchildren and the children were saying, I would think Appachan was just sitting and sleeping or something, but and the children would read the word of God in Malayalam, and if a word was changed in the word of God, if a car became a key or something like that, he would say, ooh, and then immediately, you know, we all during the early morning prayers when you're sleepy and they're reading the word of God, that happens, and Appachan immediately, it's like he knew the word of God right from Genesis to Revelation perfectly by memory, which was really amazing to me. I thank God for Appachan's life, and we wish give our birthday wishes to you, Appacha, from Lindsay and family, Bennett and family, Saji and family, and from all our, my dad's side of the family, the Atimotan family. We want to convey our best regards to you. Thank you. Praise the Lord. എൻ്റെ പേര് സതീഷ് കുരുവിള. അപ്പച്ചന് 100ാം ജന്മദിന ആശംസകൾ എൻ്റെ പേരിൽ, എൻ്റെ ഭവനത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നു. കൂടാതെ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് അപ്പച്ചനുമായിട്ട് പരിചയമുണ്ട്. ഈ ചർച്ചിൽ വന്നപ്പോൾ മുതൽ അപ്പച്ചനെ പരിചയമുണ്ട്. അപ്പച്ചനെ ഈ സഭയുടെ ഒരു തൂണാണ്. ജയിക്കുന്നവനെ സഭയുടെ തൂണാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ ക്രിസ്തുവിൽ ജയജീവിതം ചെയ്ത് കൃപയാൽ എത്രത്തോളം മറ്റുള്ളവർക്ക് മാതൃകയായി നിൽക്കുന്ന ഒരു അപ്പച്ചനെ കാണുകയും വചനം കേൾക്കുമ്പോൾ എപ്പോഴും ആമീൻ പറഞ്ഞുറപ്പിക്കുകയും ചെയ്യുന്ന അപ്പച്ചൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ ചർച്ച മേടിക്കാനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ കൈകോർത്ത് ചിലർ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അപ്പച്ചനും പാസ്റ്റർ ബ്രയനും പ്രാർത്ഥിച്ചു. അത് ഈ ചർച്ച ഞങ്ങൾക്ക് കിട്ടണമെന്ന് വളരെ ആഗ്രഹത്തോടെ അപ്പച്ചൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ ഈ സഭയുടെ ട്രസ്റ്റിയായിട്ട് ഞാൻ 3-4 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഞാൻ മുമ്പിൽ വന്ന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ചോറി അപ്പം നോക്കുന്നുണ്ടെങ്കിൽ അപ്പച്ചനാണ്.
അപ്പച്ചന് ഈ പൈസ തരുന്ന ഈ പാട്ട് പാടുന്നതിന്റെ ഇടയ്ക്കായിരുന്നു. അപ്പച്ചന് ചെക്കിന്റെ ഇടപാടൊന്നുമില്ല, കാശാണ് തരുന്നത്. കാശിന് തരും. അത് എല്ലാ മാസവും കൃത്യമായിട്ട് അപ്പച്ചന്റെ ദശാംശം അപ്പച്ചൻ തരുമായിരുന്നു. അപ്പച്ചനെ ദൈവം അനുഗ്രഹിക്കട്ടെ, അപ്പച്ചന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ. അപ്പച്ചൻ ഞങ്ങൾക്ക് ഒരു മാതൃകയായിട്ട്, എനിക്ക് ഒരു മാതൃകയായിട്ട് ഇത്രത്തോളം നിന്നു. അപ്പച്ചനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും പുതിയ വർഷങ്ങൾ അപ്പച്ചനെ തരികയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. 100 വയസ്സുള്ളതായ പ്രിയ അപ്പച്ചനെ കാണുന്ന സമയത്ത് എൻ്റെ അപ്പച്ചന് 100 വയസ്സുള്ളവരായിട്ട് 100 വയസ്സ് വരെ ജീവിക്കാനായിട്ട് ദൈവം അവസരം കൊടുത്തു. അതുകൊണ്ട് എപ്പോഴും ഏലിയാസച്ചനെ കാണുന്ന സമയത്ത് എൻ്റെ വല്യപ്പച്ചനെ കുറിച്ചുള്ള നല്ല ഓർമ്മ എനിക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ആത്മീയമായൊരു ബന്ധമാണ് ഏലിയാസപ്പച്ചനുമായിട്ട് ഉള്ളത്, സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ വാക്കുകളെ ചുരുക്കാം. അപ്പച്ചനെ കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആരാധനയ്ക്ക് കടന്നിട്ടുള്ള താല്പര്യവും തീഷ്ണതയും വ്യഗ്രതയും. മിക്കവാറും എല്ലാ മീറ്റിങ്ങുകൾക്കും അപ്പച്ചന് കടന്നു. ഒരു മീറ്റിംഗ് പോലും മിസ്സാവാറില്ല. 21 ദിവസം ഉപവാസ പ്രാർത്ഥന ആണെങ്കിലും 90 ഡേയ്സ് പ്രാർത്ഥനയാണെങ്കിലും എല്ലാ ദിവസവും അപ്പച്ചൻ വരും. ഒരു പർട്ടിക്കുലർ മീറ്റിംഗ് അപ്പച്ചൻ വന്നില്ല. കാരണം ഞാൻ കൊച്ചുമക്കൾ ഒരാൾ തിരക്കി പറഞ്ഞു, ഇന്ന് ഞാനാ കൊണ്ടുവരേണ്ടിരുന്നത്, ഞാൻ ലേറ്റ് ആയിപ്പോയി, അപ്പൻ്റെ പറ്റി വരുന്നില്ല എന്ന് പറഞ്ഞു. ചില വാശിയൊക്കെ ഉള്ള കൂട്ടത്താണ് അതോർത്ത് ദൈവത്തിനോട് സ്തോത്രം. ഒരു ദിവസം താഴത്തെ ഹോളിൽ വെച്ചാൽ മീറ്റിംഗ് നടക്കേണ്ടത്. ഞാൻ വേദോസ്തോക്കട്ട് വെച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. പോയിട്ട് വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വന്നത്. ആ സമയത്ത് അപ്പച്ചനെ കണ്ടത്. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ അപ്പച്ചൻ പറഞ്ഞു, 5 മിനിറ്റ് ലേറ്റ് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ആൾ വരുന്ന സൂക്ഷിച്ചോണം അപ്പച്ചൻ ശ്രദ്ധിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. 92-ാം സങ്കീർത്തനത്തിന്റെ 12-14 വാക്യം ഞാൻ വായിക്കുന്നുണ്ട്. Psalms 92:12-13-14. നീതിമാൻ പല പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ കുത്തിവെച്ചും പച്ച പിടിക്കും ഇരിക്കും. നീതിമാന്മാർ പല പോലെ തഴയ്ക്കും. നേരെ ഉള്ളതായ ആ വളർച്ച, നേരോട് നടക്കുന്ന മക്കൾക്ക് ദൈവം നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവങ്ങളെ കൊടുക്കുന്നു. ദേവദാരു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആലയത്തിന്റെ പണിക്ക്, രാജാക്കന്മാരുടെ കൊട്ടാരം പണിക്ക് ഉപയോഗിക്കുന്നതാണ് ദേവദാരു. ശക്തമായ ആ ഒരു ആത്മീയ പൈതൃകം പ്രിയ പിതാവ് നൽകി തന്നുകൊണ്ടിരിക്കുന്നു. അതോടെ സ്തോത്രം. മലയാളത്തിൽ യഹോവയുടെ ആലയത്തിൽ നടുതല വാക്ക് വിചാരിച്ചാൽ കേൾക്കും വിചാരിക്കും നെടുതൂൺ പറക്കാന്ന്. അല്ല, ഇംഗ്ലീഷ് അത് എക്സ്പാൻഡ് എന്നുള്ള പദം ഉപയോഗിച്ചേക്കുന്നത്. നട്ടിരിക്കുക. കോട്ടയത്ത് നിന്ന് കർത്താവ് പ്രിയ അപ്പച്ചനെ ഫിലഡൽഫിയ പ്രദേശത്തേക്ക് പറിച്ചു നടുവാനിടയായി തീർന്നു. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നീതിമാന്മാരുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കുന്നു പറഞ്ഞിരിക്കുന്ന പോലെ അപ്പച്ചനെ ദൈവം ഈ സ്ഥലത്ത് നട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള എല്ലാവർക്കും നല്ല അപ്പച്ചനായിട്ട് കർത്താവ് പ്രിയദാസനെ ആക്കി വെച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പച്ച പിടിച്ചും പിടിച്ചുവെച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. 91-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്കുകൾ വായിക്കുന്നുണ്ട്. ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. ചിലർക്ക് ദീർഘായുസ് കിട്ടാറുണ്ട്. അടുത്ത ഭാഗം പലർക്കും പറയാൻ പറ്റില്ല. എന്നറിയാമോ? എന്റെ രക്ഷകനെ കാണിച്ചു കൊടുക്കും. ദീർഘായുസ് മാത്രമല്ല, ദൈവത്തിന്റെ രക്ഷയും അനുഭവിക്കാനായിട്ട് ദൈവമായ കർത്താവ് പ്രിയദാസനെ ഇടവരുത്തോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇവിടെ 13 ആൾക്കാർ കൂടിയിട്ടുണ്ട്. എല്ലാവരും അപ്പച്ചനായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് പറയാനായിട്ടും അവസരം വേണമല്ലോ. ഞാൻ എഫെസ്യർ 6-ാം അധ്യായത്തിന്റെ ആദ്യ 3 വാക്കുകൾ വായിക്കുന്നു ആഗ്രഹിക്കുന്നു. ബൂത്തിലുള്ള ആരെങ്കിലും ഇംഗ്ലീഷിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് കൊടുത്താൽ കൊള്ളാമായിരുന്നു. Ephesians chapter 6:1-3. എന്താണ് ഈ ദീർഘമായ ജീവിതത്തിന്റെ രഹസ്യം? അനേകരും വെൽനസ് ഓടുന്നുണ്ട്, ഹെൽത്ത് ക്ലബിൽ പോകുന്നുണ്ട്, ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാനായിട്ട് ദീർഘമായിട്ടുള്ള കാലം ജീവിക്കുവാനായിട്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം എഫെസ്യർ 6-ാം അധ്യായത്തിന്റെ ഫസ്റ്റ് 3 verses, Ephesians chapter 6 first 3 verses, അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. ഇംഗ്ലീഷിൽ ഇട്ടാൽ ഉപകാരമായിരുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും അത് ന്യായമല്ലോ. കൊട്ടേഷൻ പഴയത്തിൽ ഒത്തിരിയാണ്. അടുത്ത് പറയുന്നത്, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്യത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. It's not just a request. It's not an option even. It's just a commandment. You obey your parents. മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്നുള്ളത് ഒരു കൽപ്പനയായിട്ട് കൊടുത്തിരിക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദീർഘായുസ് നന്മ ഉണ്ടാവാനായിട്ട് ഇടയായി തീരും. ദൈവം അപ്പച്ചു കൊടുത്തായ ഈ നല്ല ആയുസ് പിന്നെയും കർത്താവ് വേണ്ടി പരപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ദൈവം സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ
വർഷങ്ങളുടെ പിന്നിലേക്ക് എൻ്റെ ഓർമ്മകൾ കടന്നു പോവുകയാണ്. പ്രിയ അപ്പച്ചനുമായിട്ട് എൻ്റെ ബാല്യകാലം മുതൽ പരിചയമുണ്ട്. ഞങ്ങൾക്ക് ഒന്നിച്ചാരാധിക്കാൻ കർത്താവ് അവകാശം നൽകി. എൻ്റെ പിതാവിൻ്റെ അടുത്ത സ്നേഹിതനാണ് പ്രിയ അപ്പച്ചൻ. അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ കുടുംബവും ഈ അപ്പച്ചൻ വിളിക്കുന്ന ആ കുടുംബവും കടുത്ത സാമ്പത്തിക പരാധീനതയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചനും ഈരയിലെ അപ്പച്ചനും MCLS അപ്പച്ചനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ദൈവത്തിന് ആശ്രയിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചനും അവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തോന്നുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിനും ആത്മീയ വിഷയങ്ങളിൽ തൽപരമായിരിക്കുന്ന അപ്പച്ചനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് കുടുംബത്തിന്റെ അനുഗ്രഹം, അതാണ് കുടുംബത്തിന്റെ നന്മ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും പ്രസംഗിക്കുമ്പോൾ അപ്പച്ചനൊരു എൻകറേജർ കടന്നു വന്ന ഒരു പ്രൈസിനോട് പറയുമ്പോൾ അപ്പച്ചൻ രണ്ടാമത് എടുത്തു പറഞ്ഞില്ലേ, അതിന് അനുഗ്രഹം. എപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു അവകാശം കിട്ടിയാൽ അപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കും. ഞങ്ങൾ അമേരിക്കൻ കടന്നു വരുന്നതായ സമയത്ത് ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ച ഒരപ്പച്ചനാണ്. ജെയിംസ് സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ സഹായിക്കുവാനായിട്ട് പ്രിയ അപ്പച്ചൻ മുൻകൈയിൽ ഏത് വിധത്തിലും ഒരാത്മീയ പ്രവർത്തനം ചെയ്ത ആരെ കണ്ടാലും ഒരു സഹായം ചെയ്യുവാൻ താൻ തൽപരനാണ്. അങ്ങനെ എല്ലാം പറഞ്ഞ് നമുക്ക് പറയുവാനായിട്ട് കഴിയും. കർത്താവിന്റെ അപ്പച്ചനെ ഓർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഏത് വിധത്തിലും കർത്തൃനാമം മഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 128-ാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു കുടുംബത്തിന്റെ ചിത്രം. ആ ചിത്രത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ ഹാർട്ട് ഓഫ് ദ വേഴ്സ് എന്ന് പറയുന്നത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അത് അക്ഷരാർത്ഥത്തിൽ പ്രിയ ഏലിയാസ് അപ്പച്ചനിൽ നിറവേറി. അത് കണ്ടത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥനയും യഹോവ ഭക്തിയും ദൈവനാമ മഹത്വത്തിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനവുമാണ്. ആ പ്രിയ അപ്പച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജെയിംസ് സ്കൂൾ ഓഫ് മിനിസ്ട്രിയുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും എല്ലാ ആശംസകൾ അറിയിക്കുന്നു. കർത്താവ് ഏറിയ അനുഗ്രഹങ്ങൾ തീരുമാനം.